ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സിമ്പിളായിട്ടുള്ള കുറച്ച് നോട്ട്സ് ആണ് തരുന്നത്. മെയിനായിട്ട് വരാറുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. യൂണിറ്റ് 1 ഉള്ള 4 ചാപ്റ്റേഴ്സ്, അതായത് ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, എനി വുമൺ, മാച്ച് ബോക്സ്, ഹൊറേക്കല്ലു, ഈ 4 ചാപ്റ്റേഴ്സും നോക്കണം. കാരണം ഇതിൽ നിന്ന് നല്ല മാർക്സിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു 10-24 മാർക്സിൻ്റെയൊക്കെയാണ് ഇതിൽ നിന്ന് അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. പിന്നെ അതേപോലെ 30 മാർക്സ് 30 അത്രയും മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടേക്കുന്നത്, ഇത് എൻ്റെ ഐഡിയ അല്ല, ഇത് ഞാൻ പലയിടത്തും കണ്ടതാണ്. സോ അത് പറയുകയാണെങ്കിൽ യൂണിറ്റ് 4 ആണ്. അതായത് വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ്, റൈസ്, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, യൂണിറ്റ് 4. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് തന്നെ പഠിക്കണം. അതായത് യൂണിറ്റ് 1 നന്നായി പഠിക്കുക, യൂണിറ്റ് 4 നന്നായി പഠിക്കുക. ഓക്കെ, പിന്നെ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം നിങ്ങൾക്ക്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഓതേഴ്സ് ആരാന്ന് പഠിക്കണം. അപ്പം നിങ്ങൾ പറയും പിന്നെ നടക്കണ കേസല്ല. ഓക്കെ, എന്നാൽ നിങ്ങൾ യൂണിറ്റ് 1 എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഓതേഴ്സിനെ നോക്കണം. പിന്നെ എല്ലാ പോയംസിൻ്റെയും ഓതേഴ്സ് ആരാന്ന് നോക്കണം. ജസ്റ്റ് പറഞ്ഞുതരാം. എനി വുമൺ, കാതറിൻ ടൈനൻ. ദെൻ പോയംസ് പറയുമ്പോൾ മെൻഡിങ് വോൾ, റോബർട്ട് ഫ്രോസ്റ്റ്. ദെൻ സ്റ്റാമർ, കെ സച്ചിദാനന്ദൻ. റൈസ്, ചെമ്മനം ചാക്കോ. ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്, ഓഗ്ഡൻ നാഷ്. സോ ഓഗ്ഡൻ നാഷിൻ്റെ ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റിനേക്കാളും ചാൻസ് ഉള്ളത് മറ്റ് പോയിംസിൻ്റെ ഓതേഴ്സാണ്. പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് പോയറ്റിക് ഡിവൈസസും, എസ്പെഷ്യലി എനി വുമണിൽ നിന്നും മെൻഡിങ് വോളിൽ നിന്നുമാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി നോക്കിയേ. ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സിലെ ഓതേഴ്സിൻ്റെ പേരുകൾ പഠിക്കണം. 3 L's ഓഫ് എംപവർമെൻറ്റ് ക്രിസ്റ്റിൻ ലഗാർഡിൻ്റെ ഒരു സ്പീച്ചാണ്. ഓക്കെ, എനി വുമൺ, കാതറിൻ ടൈനാൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് എനി വുമൺ, കാതറിൻ ടൈനാൻ എന്നുള്ള പേരാണ്. മാച്ച് ബോക്സ്, ആശാപൂർണ ദേബി നാട്ടോ, DEBI ആണ്. ദെൻ ഹൊറേക്കല്ലു, സുധാമൂർത്തി. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ്, അതായത് 3 L's ഓഫ് എംപവർമെൻറ്റിൽ നിന്ന് സ്പീച്ച് ചോദിക്കാം, essay ഒക്കെ ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ആർ ദി 3 L's എന്നൊരു ചോദ്യം വരാം. ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് എടുത്ത് പറയുന്നത്. ഇപ്പോൾ ലേണിങ്ങിനെ കുറിച്ച് നോക്കിയാൽ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞുതരാം. നിങ്ങൾ 8 മാർക്സിൻ്റെ essay കണ്ടാലും സ്പീച്ച് കണ്ടാലും ഒക്കെ ഈ പോയിൻറ്റ്സ് അതിൽ എഴുതണം. അപ്പോൾ നോക്കിയാൽ ലേണിംഗ് എന്താണ്? ലേണിംഗ് ഇസ് ദി ബേസ് ഫോർ ഓൾ ചേഞ്ച്. എല്ലാ മാറ്റങ്ങളുടെയും ബേസ് ആണ് ലേണിംഗ്. ഇറ്റ് ഹെൽപ്സ് വിമൻ ബ്രേക്ക് എക്സ്ക്ലൂഷൻ. ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? വിമനെ ബ്രേക്ക് എക്സ്ക്ലൂഷൻ, അവരെല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തിക്കാണ്, എക്സ്ക്ലൂഡ് ചെയ്തിക്കാണ്, അത് ബ്രേക്ക് ചെയ്യാനായിട്ട്. ഹെൽപ്സ് വിമൻ അണ്ടർസ്റ്റാൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. സ്ത്രീകൾക്ക് അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരു ആഫ്രിക്കൻ എന്താ പറയുക, സേയിങ് ആണ്, അഡേജ്. എന്താണ്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് എന്നുള്ള ഒരു ഇത്. അതിൻ്റെ ഫുള്ളായിട്ട് എന്താ? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. ഇത് രണ്ട് പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഞാൻ ഇതിൽ പ്രിൻറ്റ് ചെയ്ത് പറഞ്ഞ മാത്രമേ ഉള്ളൂ. അതും കൂടി ഓർക്കണം കേട്ടോ നിങ്ങൾ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, അത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടല്ലോ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. അത് ഒരെണ്ണം മാത്രമേ ടൈപ്പ് ചെയ്തുള്ളൂ, അതുകൊണ്ടാട്ടോ അത് എറർ വന്നതാണ്. അത് ശ്രദ്ധിക്കണം. ലേബർ എന്താണ്? ലേബർ ഓർ വർക്ക് ഹെൽപ്സ് വിമൻ ഗ്രോ ആൻഡ് യൂസ് എ ടാലൻസ്. ഫ്ലറിഷ് എന്നുള്ളതാണ് ടെക്സ്റ്റിലുള്ളത്. നമ്മൾ ഗ്രോ എന്നാണ് അതിൻ്റെ വേറൊരു വാക്ക്. അപ്പോൾ ഗ്രോ എഴുതിയാൽ മതി. അതേപോലെ അവരുടെ ടാലൻസ് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ വിമൻ ജോലി ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? ലോ സ്റ്റേറ്റസ്. എത്ര ജോലി ചെയ്താലും അവരുടെ സ്റ്റേറ്റസ് ലോ ആയിരിക്കും. അതേപോലെ ലോ പേയ്മെൻറ്റ്, അതേപോലെ തന്നെ സെക്യൂരിറ്റിയും കുറവായിരിക്കും. ലോ സെക്യൂരിറ്റി അല്ലെ, സുരക്ഷിതത്വം കുറവാണ്. നോ പേയ്മെൻ്റ് എന്നും നോ സ്റ്റേറ്റസ് എന്നും നോ സെക്യൂരിറ്റി എന്നല്ല, ലോ എന്നാണ് കൊടുത്തേക്കുന്നത്, എല്ലാം കുറവാണെന്നാണ്. ലീഡർഷിപ്പിനെ കുറിച്ച് എഴുതുമ്പോൾ ഹെൽപ്സ് വിമൻ യൂസ് എ ടാലൻസ്, അവരുടെ കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റും. എൻകറേജസ് ഡിസിഷൻ മേക്കിംഗ്, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. വിത്ത് കമ്പാഷൻ, ഇൻക്ലൂഷൻ, കോൺഷ്യൻസസ്, ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി. സോ ഇതിൽ നിങ്ങൾ ഹെൽപ്സ് വിമൻ യൂസ് എ ടാലൻസും എൻകറേജസ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് പഠിച്ചാലും മതി. നെക്സ്റ്റ്,
എനി വുമൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ 99% ചാൻസുള്ള ലാസ്റ്റ് ചോദ്യം 8 മാർക്സിന് ചോദ്യം കമ്പാരിസൺ ഓഫ് 2 പോയിംസ്. അതായത് എനി വുമൺ എന്നുള്ള പോയമും നമുക്ക് വേറെ പുതിയൊരു പോയം തന്നിട്ട് കമ്പാരിസൺ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടെക്നിക്ക് പഠിച്ച് നിങ്ങൾ എഴുതുകയാണെങ്കിൽ 8 മാർക്സാണ് അവിടെ കിട്ടാൻ പോണത്. ഇത് സ്കിപ്പ് ചെയ്യരുത്. 8 മാർക്സിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എന്തായാലും കാണാൻ പോകുന്ന ഒരു ചോദ്യം ഇതാണ്. അതുകൊണ്ട് നിങ്ങളിത് എന്തായാലും പഠിക്കുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് വരാൻ നല്ല ചാൻസ് ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത് പഠിക്കണം എന്ന് ഉറപ്പിച്ച് ഞാൻ പറയണത്. ഇവിടെ നോക്കിയാൽ കമ്പാരിസൺ ഓഫ് 2 പോയിംസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് അത് പിന്നെയും ചെയ്യാത്തത്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയട്രിയുടെ സമ്മറി എഴുതണം. അതായത് നമുക്ക് പഠിക്കാനുള്ള എനി വുമൺ എന്ന് പറയുന്ന പോയട്രീനെ കുറിച്ച് എഴുതിയാൽ മതി. അതിനുശേഷം പാരാഫ്രേസ് ഓഫ് സെക്കൻഡ് പോയം, അതായത് നമ്മുടെ പോയട്രി, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ആ പോയമിനെ കുറിച്ചിട്ട് എഴുതണം. അതെങ്ങനെയാണ് എഴുതേണ്ടത്, ഇതുവരെ നമ്മൾ പഠിക്കാത്തൊരു പോയമിനെ കുറിച്ച് എങ്ങനെ എഴുതി 8 മാർക്സിൻ്റെ അടുത്തേക്ക് എത്തിക്കും എന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കാണണം. ഓക്കെ. അതിനുശേഷം ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാനുള്ള എനി വുമണും മോസ്റ്റ് പ്രോബബ്ലി എനി വുമൺ ആയിരിക്കും വരാം. അതുപോലെ തന്നെ പുതിയ തന്നിരിക്കുന്ന പോയം തമ്മിൽ അതിൽ കമ്പയർ ചെയ്ത് സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ, സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. അതേപോലെ ഡിഫറൻസ് ഉള്ള കാര്യങ്ങൾ, അതായത് ഈ പോയട്രിയിൽ ഇങ്ങനെയുണ്ട് പക്ഷേ മറ്റേ പോയട്രിയിൽ അങ്ങനെയല്ല എന്നുള്ള ഡിഫറൻസസും എഴുതണം. ലാസ്റ്റ് കൺക്ലൂഷനിൽ എഴുതണം. സോ ഇത്രയും പോയിൻറ്റ്സ്: ഇൻട്രൊഡക്ഷൻ, സമ്മറി ഓഫ് ഫസ്റ്റ് പോയം, പാരാഫ്രേസ് ഓഫ് സെക്കൻഡ് പോയം, ദെൻ കമ്പാരിസൺ ആൻഡ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, കൺക്ലൂഷൻ. ഇത്രയും പോയിൻറ്റ്സ് അതിൽ 8 മാർക്സിൻ്റെ ഒരു പോയട്രിയിൽ വരണം, ആ ഒരു ക്വസ്റ്റ്യനിൽ വരണം. സോ ഇത് മസ്റ്റായിട്ടും ചോദിക്കും. ഓക്കെ. 8 മാർക്സാണ് ഇത് പഠിച്ചാൽ കിട്ടാൻ പോണത്. പിന്നെ നിങ്ങൾക്ക് നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാം. മാച്ച് ബോക്സിൽ നിന്ന് ചിലപ്പോൾ നോമിതയുടെ അല്ലെങ്കിൽ അജിത്തിൻ്റെ. ഇനി നോമിതയുടെയും അജിത്തിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റോബർട്ട് ബാൽവിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് പഠിക്കാം. ഈ 3 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് തോന്നുന്നു റോബർട്ട് ബാൽവിൻ തന്നെയാണെന്ന്. നമുക്കതങ്ങനെ പറയാൻ പറ്റില്ല ഏതായിരിക്കും ഉറപ്പ് എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അജിത്തിൻ്റെ പഠിക്കണം, നോമിതയുടെ പഠിക്കണം, റോബർട്ട് ബാൽവിൻ്റെ പഠിക്കണം. നെക്സ്റ്റ് വൺ, ഇവിടെ നോമിതയുടെ കൊടുത്തിട്ടുണ്ട്. നോമിത എന്താണ്? എ പുവർ വില്ലേജ് വുമൺ ആണ്, മാരീഡ് ടു അജിത്ത്. പിന്നെ അവളുടെ സ്വപ്നങ്ങളെല്ലാം ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് അജിത്തിൻ്റെ കൂടെ ജീവിക്കുകയാണ് അല്ലേ. സാക്രിഫൈസസ് എ ഡ്രീംസ് ഫോർ ഫാമിലി, ഹാസ് ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. അവൾക്ക് സ്വന്തമായിട്ടൊരു എന്താ പറയുക, ഡിഗ്നിറ്റിയും അതേപോലെ സെൽഫ് റെസ്പെക്റ്റും ഒക്കെ ഉള്ളൊരു ആളാണ്. ഓക്കെ. അപ്സെറ്റ് വെൻ ഹസ്ബൻഡ്സ് റീഡ്സ് ഹെർ ലെറ്റേഴ്സ്. അവൾക്ക് വരുന്ന ലെറ്റേഴ്സ് ഹസ്ബൻഡ് വായിക്കുമ്പോൾ വിഷമിക്കുന്നുണ്ട്. ലവ്സ് ഹെർ ഹസ്ബൻഡ് ബട്ട് വോണ്ട്സ് റെസ്പെക്റ്റ്. ഹസ്ബൻഡിന് ഇഷ്ടമാണ് പക്ഷേ റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇത് കുറച്ച് പോയിൻറ്റ്സ് ഉള്ളൂ. നിങ്ങൾ ഇതേപോലെ പോയിൻറ്റ്സൊക്കെ, അതായത് ഇഷ്ടംപോലെ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇനി ഞാൻ വേണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് ചെയ്തിട്ടുണ്ട്. ഹൊറേക്കില്ലു ചാപ്റ്ററിൽ നിന്ന് മാച്ച് ബോക്സ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ടാവണം. ഞാൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫസ്റ്റ് യൂണിറ്റിലെ ബാക്കി എന്തൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടി ഐഡിയ ഇട്ട് നന്നായി പഠിക്കാനും പറ്റും. അപ്പോൾ എക്സാമിന്, ഈ പറയുന്ന എക്സാമിന് ഇമ്പ്രൂവ്മെൻറ്റിന് എന്തായാലും നിങ്ങൾ പാസ് ആവണം എന്ന് ഉറപ്പിച്ച് നിങ്ങളിത് പഠിക്കുക. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.